സ്ഥലങ്ങൾ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് അല്ലേ? പോയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. വാ, അതിന് മുന്നേ നമുക്കൊന്ന് ക്ലിയർ ആക്കട്ടെ. ക്യാമറ ഓഫ് ആക്കുമ്പോൾ ഞാൻ തന്നെ ഇതൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കട്ടോ. ചിക്കൻ ആണെങ്കിൽ കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആണ്. അതെ അതെ. അതേപോലെ പിക്കിൾ അടിപൊളിയായി അതെനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു മയോണൈസ് ഒക്കെ. ഹായ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ പറയുമ്പോളെ, കൊച്ചിയിലെ ഏറ്റവും ബെസ്റ്റ് മന്തി സ്പോട്ട് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോവാ. അതെ, അതായത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിച്ചിരുന്നത് ബെസ്റ്റ് മന്തി എവിടെ കിട്ടുന്നത്. ഇപ്പൊ മന്തി അല്ലേ നമുക്ക് വന്നു. അതെ, സജഷൻസ് കുറെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാ വന്നിട്ടുള്ളത്, ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സാ നമ്മളൊരു 5 സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു കേട്ടോ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ പാലസ്, അൽറീം, സൂഫി മന്തി, അൽഷബ കുബാബ. യെസ്, അപ്പം ഇത്ര സ്ഥലങ്ങൾ റെസ്റ്റോറൻറ്റ്സ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ് അല്ലേ? ട്രൈ ചെയ്യാൻ നമ്മളെ കൂടെ നമ്മൾ മാത്രമല്ല, ഇതാ ഷാനുണ്ട്. ഷാന ഹായ് പറ. ഹായ്. അതെ, അപ്പൊ ഫുഡിന്റെ സ്പെഷ്യലിസ്റ്റ് നമുക്ക് തിന്നാൻ പറ്റാത്തോണ്ട് നമ്മൾ ഷാനെ ഇറക്കിയിട്ടുണ്ട്. കാരണം ഷാന ഈ ഫുഡിന്റെ കാര്യത്തിൽ സ്പെഷ്യലിസ്റ്റാ. എവിടെ ഫുഡ് ഉണ്ട് എന്ത് കണ്ടാലും ഓടിപ്പോയി കഴിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതൊക്കെ വന്നിട്ട് നമുക്ക് ഏതാ ബെസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് കൂടിയില്ലേ നമ്മൾ സജസ്റ്റ് ചെയ്തുതരാം എന്താന്നുള്ളത്. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറേബ്യൻ പാലസിലത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അവിടെ 25 മിനിറ്റാണ് കാണിച്ചിട്ടുള്ളത് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. സൂഫി മന്തി ഹൈലി റെക്കമെൻഡഡ് ഫോർ ഹൈജീൻ ആൻഡ് ടേസ്റ്റ്. ഇതിനും 4.3 4.4 റേറ്റിംഗ് ഉണ്ട് കേട്ടോ. അതെ, ഇവിടുത്തെ നമ്മൾ പെരി പെരി അൽഫാമാണ് ഇതാക്കുന്നത്. കാരണം എല്ലായിടത്തും ക്വാർട്ടർ ഇതാക്കുന്നത്. ഇവിടുത്തെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടല്ലോ. സൂഫി മന്തിത്തെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത് നമ്മൾ അൽറീമിലേക്കുള്ളത് നോക്കും. അവിടെ 4.6 റേറ്റിംഗ് ഉണ്ട് കേട്ടോ. ചിക്കൻ മന്തി അല്ലേ? ഈ റേറ്റിംഗ് വെച്ച് നോക്കുന്ന സമയത്ത് അറേബ്യൻ പാലസ് ആണ് ഏറ്റവും ടോപ്പ് റേറ്റിംഗിൽ. അത് കഴിഞ്ഞിട്ട് അൽറീം, ദെൻ സൂഫി മന്തി, ദെൻ അൽഷബ, ദെൻ കുബാബ. ഇനി നമുക്ക് റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം ഏതാണ്. അടുത്തത് നമ്മൾ അൽറീമിലെ മന്തിയാണ് കേട്ടോ നോക്കുന്നത്. ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 40 മിനിറ്റാണ് കാണിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ വന്നിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ടോപ്പ് റേറ്റിംഗിൽ 4ാമത്തെ റേറ്റിംഗ് വരുന്നത് അൽഷബ. 4.5 റേറ്റിംഗ് ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊരു കഴിച്ചിട്ടില്ല. അല്ല, ഇവിടുന്ന് നമുക്ക് 25 മിനിറ്റ് ഉള്ളവർക്ക്. അൽഫാം മന്തി ഞാൻ ഇതൊരു കേട്ടിട്ടില്ല. ചിക്കൻ കുഴിമന്തി ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്. ഇവിടെ 4.5 ഉണ്ട്, 4.5. അപ്പൊ ചിക്കൻ മന്തി ഓക്കെ അല്ലേ? നോർമൽ മതിയാ? ഓക്കെ. ഓ, ടെസ്റ്റർ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. സ്ഥിര അല്ലേ നിനക്ക്? ഓക്കെ. അപ്പൊ 200 രൂപ ആണ് അവിടുത്തെ ചിക്കൻ മന്തിക്കുള്ളൂ. ചിക്കൻ മന്തിക്ക് 200 രൂപ അഫോർഡബിൾ ആട്ടോ. അപ്പൊ നമ്മൾ എന്തായാലും അൽഷബി ഓർഡർ ചെയ്ത് ഇനി എവിടെയുള്ള കുബാബ. അങ്ങനെ ഇപ്പൊ നമ്മള് എല്ലാ സ്ഥലവും അല്ലെ, ഈ 5 സ്ഥലവും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതില് നമുക്ക് അൽഷബയാണ് ഇതിൽ പൈസ കുറവായിട്ട് തോന്നിയത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു സെക്ഷൻ ഓർഡർ ചെയ്ത സെക്ഷൻ നമ്മൾ പറയണല്ലോ. സോ എൻ്റെ ഇതില് അൽഷബയാണ് നമുക്ക് കുറച്ച് പൈസ കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി എന്തായാലും വരട്ടെ, ഇവിടെ വന്നിട്ട് നമുക്കത് വാങ്ങണം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മുടെ ഫുഡ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ 2 സ്പെഷ്യൽ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. എൻ്റെ പഴയ ഓഡിയൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. നമ്മുടെ സാബു മോനെ, സാബുവിന്റെ പെണ്ണുങ്ങള്. നമ്മൾ എന്റെ കല്യാണത്തിന്റെ വ്ളോഗൊക്കെ നമ്മൾ ചെയ്തില്ലേ? കല്യാണത്തിന്റെ വ്ളോഗ്, പിന്നെ എന്റെ യൂട്യൂബിന്റെ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മുടെ സാബു അല്ലേ? നമ്മൾ പണ്ട് പാക്കേജ് ആയിട്ടൊക്കെ നടന്നപ്പം ഇവർക്ക് ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നിച്ച് നമ്മൾ കുറെ സ്ഥലങ്ങളൊക്കെ പോയിരുന്നതാണ്. അപ്പൊ എന്തായാലും ഷാന മാത്രമല്ല ഇന്ന് ടെസ്റ്റ് ചെയ്യാൻ 2 ആൾക്കാരെ കൂടി നമുക്ക് കിട്ടിയില്ലേ? എന്താ ഷാന, നീ മാത്രമായിട്ട് നീ പേടിക്കണ്ട, ഇവരുണ്ട് നിന്റെ കൂടെ. പോലെ നമുക്ക് എടുത്തോണ്ടാ വാ, നീ വരണ്ടോ? സാധനങ്ങളൊക്കെ അവിടെ എൻട്രൻസിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഹായ്, ഇതാണ് നമ്മുടെ കെയർ ടേക്കർ കേട്ടോ. ഓക്കെ, പുള്ളിക്കാരന് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വ്ളോഗേഴ്സിന്റെ വീഡിയോസും കാണുന്ന ആളാ അല്ലേ? ഒരുവിധമൊക്കെ കാണും അല്ലേ? പിന്നെ ആരൊക്കെ നമ്മൾ ഉണ്ണിച്ചേട്ടൻ്റെ വണ്ടിന്റെ വീട്. ഓക്കെ, ടൈം വേണ്ട. അതെ, കുറെ ജോലി തിരക്കാണല്ലോ, പിന്നെ ഇതൊക്കെ കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകണല്ലോ അല്ലേ? ഓക്കെ, എന്നാ ശരി. ഞങ്ങൾ അവിടെ ഇന്നൊരു വീഡിയോ ആണ് മന്തിന്റെ. അപ്പൊ ആ സാധനങ്ങളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ശരി, മന്തികള് വന്നിട്ടുണ്ട്. ഇതേതാ? അൽറീം, അതുപോലെ തന്നെ സൂഫി, ഇത് അൽറീം അല്ലേ? അൽറീം, അതേപോലെ തന്നെ നമ്മുടെ കുബാബ, അതുപോലെ തന്നെ അൽഷബ. ഓക്കെ, അപ്പൊ പോയിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. വാ, എന്താണ് പറയൂ? റേറ്റിംഗിനനുസരിച്ച് കഴിക്കുകയാണോ വേണ്ട? എല്ലാം തുറന്നു വെച്ചോ. എല്ലാം തുറന്നു വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഓരോന്നും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നോക്കാം. ആദ്യം റിവ്യൂയിങ് ആണല്ലോ. റിവ്യൂയിങ് നമ്മൾ ഒരുപാട് കഴിക്കണമെന്നില്ലല്ലോ.
കാരണം ഞാൻ ഇപ്പൊ ക്യാമറ പിടിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടൂലല്ലോ ഇപ്പോ. അതൊന്നും ഇവിടെ ഒരു മാറ്ററേ അല്ല. മാറ്ററാണ്. അൽഷബ. അൽഷബന്റെ ചിക്കൻ മന്തി ആട്ടത് നോക്കാം. ഓക്കെ, എനിക്ക് സാബുവോ മയോനൈസ്. അതെ, ഇവര് കവറിലാണ് കേട്ടോ. അൽഷബല്ലേ ഫസ്റ്റ്. പക്ഷെ ഇവരെ മന്തിയാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി കേട്ടോ. അപ്പൊ നമ്മളിതാ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ഹോണസ്റ്റ് റിവ്യൂ പറയണം. ഹോണസ്റ്റ് റിവ്യൂ കേട്ടോ. ഓ, ഇതെങ്ങനെയുണ്ട്? ഓക്കെ ആണെന്നാണോ അല്ലെ ടേസ്റ്റ്? അല്ല, ഇവര് ദുബായിക്കാരെ, ഇവർക്ക് ഇവിടുത്തെ മന്തി ഒന്നും പറ്റില്ല. നിങ്ങളെ മന്തി വേറെ തന്നെ അല്ലേ? അവരുടെ ഒരു നമ്മള് കൊച്ചിയിലെ ബെസ്റ്റ് മന്തി എന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? കൊച്ചിയിലെ ബെസ്റ്റ് മന്തി. അത് വെച്ച് കമ്പയർ ചെയ്യരുത്. മറിയൂനും കൂടെ. മറിയൂ നാട്ടില് കിട്ടുന്ന വെച്ചിട്ട് മറിയൂന്നാ പാസം കാണിക്കാനാണോ? പാസം കാണിക്കാൻ വേണ്ട. ഏത് പിടിയുള്ളൂ കേട്ടോ നിനക്ക്? നിങ്ങൾ പറഞ്ഞത്ര ഹൈപ്പ് ഒന്നുമില്ല. റോഷൻ പറഞ്ഞത്ര ഹൈപ്പില്ല. അല്ല, പക്ഷെ എനിക്ക് ടേസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ഓക്കെ ഓക്കെ എന്നല്ലാണ്ട് അതിൽ കൂടുതൽ വലിയ ഹൈപ്പ് ഒന്നും എനിക്കില്ല. നിനക്കോ? അതെ, അതന്നെ. ഇനി നെക്സ്റ്റ് ഏതാ? നോട്ട് ബാഡ്. ഇനി നെക്സ്റ്റ് ഏതാ ട്രൈ ചെയ്യണ്ടേ? സൂഫി മന്തി ആയിരുന്നു നമ്മളെ കോഴിക്കോട് മെയിൻ അല്ലേ? ഞങ്ങൾ കോഴിക്കോട് ആവുമ്പോൾ കൂടുതൽ ഓർഡർ ചെയ്യല്ലേ മറിയൂ? സൂഫി മന്തിയാ നമ്മൾ ഓർഡർ ചെയ്യല് ഓർമ്മല്ലേ വിളിച്ചു നോക്കില്. അപ്പൊ നമ്മളിതാ സൂഫി മന്തി ആട്ടോ ഇന്ത്യയിലിട്ട്. അവരെ മയോനൈസ്. ഓക്കെ, എല്ലാവരും അവർക്ക് വേണ്ടത് എടുത്തോളാം. അതെ. ഓ, റിവ്യൂ വെള്ളം പോലാണല്ലോ അതൊക്കെ. അപ്പൊ സൂഫി മന്തിയിലത് വെള്ളം പോലാണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. ഇത്തിരി തക്കാളി ഇട്ടിട്ട്. അല്ല, റിയാലിറ്റി വളരെ അല്ല, അത് ഓരോരുത്തർ ടേസ്റ്റ് ഉണ്ടോ നോക്കിയാൽ മതി. അത് നോക്കാം. ലെവൽ തന്നെ. റോഷനൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുണ്ടല്ലോ. അങ്ങനൊന്നല്ല, ഞാൻ കറക്റ്റ് തന്നെ പറഞ്ഞേ. നോക്ക്, നോക്ക്, ഇതിന്റെ കട്ടിയും കൂടി ഇതിന് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയില്ലേ? അതെ, ഇത് നല്ല കേട്. അപ്പൊ ഇതാ സൂഫി മന്തിയിലെ ചിക്കൻ ആണ്. ഇത് പെരി പെരി സ്പൈസി ആയിരുന്നില്ലേ? സ്പൈസി അല്ലേ? പാലസ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. Better than that. ഞാൻ പിന്നെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് ഉണ്ടായാൽ ഓക്കെ, ഐ എം സാറ്റിസ്ഫൈഡ്. എന്താണ് ടേസ്റ്റ് ഉണ്ട്? ഓക്കെ, അപ്പൊ ഇത് മസാല ഷവായന്റെ ടേസ്റ്റ് ആണെന്നാണ് ഈ പറയുന്നത്. മസാല ഉദ്ദേശിച്ചത് ഇല്ല, തീർത്തിട്ടില്ല. ഇതില്ല. എന്താണ്? അല്ല, ഈ റൈസും മുമ്പ് റൈസും സൂഫി മന്തി റൈസും ഫ്ലേവർ വ്യത്യാസമുണ്ട്. സൂഫി മന്തിന്റെ ഫ്ലേവർ മന്തിന്റെ റൈസിന്റെ ഫ്ലേവർ ആണ് കുറച്ചുകൂടി നല്ലത്. അറേബ്യൻ പാലസ് ആണ് കേട്ടോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആൾക്കാർ വിചാരിക്കും നമ്മളെ കൈ കൊണ്ടിട്ടോ അവർക്ക് എന്നൊക്കെ. ഇത് ഞങ്ങൾ ഒരൊറ്റ ഫാമിലി ആട്ടോ. അനക്ക് കുഴപ്പമുണ്ടോ? അനക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. സത്യത്തിൽ സുന്നത്തല്ല, നമ്മളെല്ലാരും കൂടി ഇരുന്നിട്ട്. ദുബായിൽ എങ്ങനെയാണ് മറ്റേ പ്ലേറ്റുള്ള ആ സംഭവം ഇല്ലേ? മജ്ലിസ് സെറ്റപ്പ്. അതന്നെ, അങ്ങനെ തിന്നണം എന്നാണ് ഇത്. കത്തി അവിടെ പോയി ഇടയ്ക്ക് അൺബോക്സ് ചെയ്യാൻ കത്തി വേണം. അപ്പം നമ്മളിതാ ഇത് ചിക്കൻ കണ്ടോ? എടുത്തപ്പോത്തിന് പൊട്ടി വന്ന് നല്ല കുക്കായ ചിക്കനാണ്. യൂസി. സോ അറേബ്യൻ പാലസ് ഇത് സ്പൈസി മന്തി ആട്ടോ നമ്മൾ ഓർഡർ ചെയ്തത്. അവിടുത്തെ ചിക്കന് എടുത്തപ്പോത്ത് കണ്ടില്ലേ? ആ ചിക്കൻ്റെ പ്രത്യേകത ഒക്കെ
ഓ കിഡിലൻ, നല്ല കുക്കായിട്ടുള്ള ചിക്കനാണ്. മന്തി കച്ചവടം തുടങ്ങുന്നത് കഴിഞ്ഞാല് 2 ദിവസത്തേക്ക് നാളെ ഉച്ചക്കും വൈകുന്നേരവും രാത്രി ഒക്കെ മന്തി തന്നെ. മയോനൈസ് ആയിക്കോട്ടെ, മറ്റേ ടൊമാറ്റോന്റെ ആ സുന ആയിക്കോട്ടെ, എല്ലാ സംഭവവും നമ്മൾ അതിൻ്റെതാ അല്ലെ ഓരോ സാധനം തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ തിന്നത് നമ്മളിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. സോ ഇവിടെ ഗ്രീൻ ചട്നി ഉണ്ട്. ചട്നിയാണ് എന്താ ഇതിന് പറയാ, എന്തെങ്കിലും ഇരിക്കും. ഇവിടെ മറ്റേ സുനി ഉണ്ട്, എരിവുള്ള എന്തായാലും ചില്ലി. ഇവിടെ നല്ലൊരു കുക്കും കൂടിയാട്ടോ. ഈ കുക്ക് ചെയ്യോ? ഞാനും ഇപ്പൊ ഭയങ്കര കുക്കാടാ, പഴയ വൈരൊന്നല്ല അല്ലേ മറിയൂ? അവര് പറയുന്നത് 3 കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ഒതന്റിക് ടേസ്റ്റ് കിട്ടാന്നല്ല. കണ്ട ശാസ്ത്രീയ വശങ്ങളൊക്കെ അറിയട്ടെ വിളിച്ച്. വെറുതെ ഞാൻ ടെസ്റ്റർ കൊണ്ട് എനിക്ക് ഈ ഫുഡിനെ കുറിച്ച് കൂടുതലായിട്ട് റിവ്യൂ പറഞ്ഞു തരാൻ പറ്റില്ല. ഈ ടേസ്റ്റ് ഉണ്ടോ നോക്കാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറെ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളില്ലാത്തപ്പോ ഇവിടെ ആയിരുന്നു കേട്ടോ. ഇനി നീ എന്തെങ്കിലും കൊടുക്കണ്ടോ അവർക്ക്? അതെ ഓക്കെ, എന്നിട്ടാ എല്ലാരും എടുത്തോളി. അപ്പൊ അതാ ഒരു പീസ് ചിക്കൻ എടുത്ത് എന്നിട്ട് അതും ഇതിലേക്ക് കൂട്ടി കുഴച്ചിട്ട് കൂട്ടി കഴിക്കണം എന്നല്ല പറഞ്ഞു. എനിക്ക് ഇത് എന്റെ ഇതില് എനിക്ക് ഇതിലൂടെ മയോണൈസ് ഇട്ടോ. ഞാൻ എല്ലാം കൂടി ഇട്ടിട്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ, സത്യം പറയാലോ. എല്ലാം കൂടി വെച്ചപ്പോ എനിക്ക് അതെ ടേസ്റ്റിന്റെ ഇതാണ്. എനിക്ക് ഈ മയോണൈസും മറ്റേ ഈ ടൊമാറ്റോന്റെ പക്ഷെ ഇതിന് കുറച്ചൊരു ബ്ലാങ്ക് ടേസ്റ്റ് അല്ലേ? അതെ, കഴിഞ്ഞ രണ്ടും നല്ല ഫ്ലേവർ ഉള്ള പോലെ തോന്നിയിട്ടുള്ളത്. എന്താ മാഡം പറയൂ? കണ്ട എല്ലാരും അഭിപ്രായം വേറെ വേറെ വരുന്നത് അല്ലേ? എനിക്ക് ആദ്യത്തെ ഇഷ്ടപ്പെട്ടിക്കണ്, രണ്ടാമത്തെ ഇഷ്ടപ്പെട്ടത്. ഇപ്പത്തെ ഒരു ബ്ലാങ്ക് ടേസ്റ്റ് പോലെ തോന്നിയത്. ആ ആൾക്ക് ഇത് ഇഷ്ടായി. അതെ, ഇത് ഇഷ്ടായി. ഓരോരുത്തരുടെ ഫ്ലേവർ ഓരോരുത്തർക്കും അല്ലേ? അതെ. അറബികള് പൊതുവെ ഇങ്ങനെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ഇഷ്ടായത്. അതെ, എനിക്ക് കുറച്ച് മസാല സാധനമൊക്കെ വേണം. ഇതായത് അതെ. ഇനി അടുത്തത് ഞങ്ങൾ ഇത്തിരി കഴിച്ചിട്ടുള്ളുന്നുണ്ട്. ഇപ്പൊ തന്നെ വയറൊന്ന് ഇതായി. അൽറീം ഉണ്ട്, ഇനി കുബാബ ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് കുബാബ എടുക്കാം. അതിന്റെ ഇടയിൽ കൂടെ നമ്മളെ സാബ് കുറച്ച് ആധികാരികമായി പറഞ്ഞു തരുന്നുണ്ട്. ആരാണ് എടാ മന്തി കണ്ടുപിടിച്ചാരാണ്? ആരാ മന്തി കണ്ടുപിടിച്ചേ? എടാ പറഞ്ഞോ. അതന്നെ ആണെങ്കിലോ ഇനി യമനാരാണ് മന്തി കണ്ടുപിടിച്ചതെന്നാണ് ഓൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് അത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ട് അതാണോ എന്നുള്ളത്. നമ്മളെ മറ്റേ യമനിൽ ഇപ്പം യമന് ഭയങ്കര കത്തി നിൽക്കാണല്ലോ. മറ്റേ എന്തേന്ന് അവളുടെ പേര്? മറ്റേ പെണ്ണിന് ജയിലിലാക്കിയിട്ട്. ഓ ഇനിയിപ്പൊ അത് തേടി പോകണ്ട, നമുക്ക് മന്തിന്റെ കാര്യം നോക്കല്ലേ, അങ്ങോട്ട് പോകണ്ട. ഓക്കെ എനിക്ക് അറിയായിരുന്നു. ഇപ്പൊ ഞാൻ ഓൻക്കറിയാമെന്ന് നോക്കിയതാണ്. എന്തായാലും അത് അങ്ങോട്ട് വിട്ടേക്കാം. ഇപ്പൊ നമ്മളെ സബ്ജക്ട് എന്താ? മന്തി അല്ലേ? കഴിക്ക. അതെ. അപ്പൊ ഇവിടെ ഉണ്ട് കേട്ടോ സൂന ആ മറ്റേ പറഞ്ഞ ഹണിയും. അതെ, ഇത് കുബാബ. അപ്പൊ നെക്സ്റ്റ് നമ്മള് കുബാബയിലെ മന്തി കേട്ടോ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ആയിരിക്കും. അതെ, ഇതെന്താ അവിടെ കൂട്ടിട്ടിക്കണല്ലോ? അതെ, ഇവിടെയും കൂട്ടിട്ടിക്കണ. ഓക്കെ കളക്ഷൻ ആണല്ലേ? ശരിക്കും അങ്ങനെ എടുത്തു വെക്കണേ നമ്മള്. ഓക്കെ. അപ്പൊ ഷാന അങ്ങനെ കുറച്ച് മാറ്റി വെക്കട്ടെ. ചെയ്യാം. അതെ, അത് നല്ലതാ. ഷാന നിനക്ക് ബുദ്ധി എവിടുന്നാണ് ഇത്രയൊക്കെ? ഷാന ഒരുപാട് ഈ കണ്ണൂർ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും കേട്ടോ അല്ലേ? ഏതൊക്കെ ഉണ്ടാക്കും ഷാന? ഏതൊക്കെ പറയോ ഒന്ന് കേക്കട്ടെ നമ്മള്. പാക്കിങ് ഇങ്ങനെ ആയിട്ടോ കിട്ടുന്നത് കുബാബയില്. ഉള്ളില് ഫോയിൽ പേപ്പറോടൊക്കെ പൊതിഞ്ഞിട്ട്. ഇത് ഫസലൂസ എന്താണ് ഇതിന് പറയാ? ഫസലൂഫ്. അത് ഇത് ചെയ്യുമ്പോഴേ ഓള് പറഞ്ഞിരുന്നു.
ഫസലൂഫ്. അപ്പൊ ഈ പറഞ്ഞ യമനോ നല്ലത് ഫസലൂഫാണ്, മനസ്സിലായത്? അങ്ങനൊന്നും ചോദിക്കുന്നത് നമ്മളെ മുന്നിൽ വന്ന ഫുഡ് നമ്മള് തിന്നു. ഓക്കെ, അപ്പൊ നമ്മള് യമനി അല്ല, എടപ്പള്ളിയിലുള്ള കുബാബയിലെ ഇതാണ് നമ്മൾ തിന്നാൻ വേണ്ടി പോകുന്നത്. ഓ അവിടെ എന്നാലും ഇതൊന്നും ആ ചൂട് വിട്ടിട്ടില്ല, അതിനല്ലേ ഈ സാധനം അല്ലേ? ഇതാ ഈ ഫോയിൽ പേപ്പറും ഇതൊക്കെ. അതെ, റൈസ് മാത്രം ഇത് ഫ്ലേവറുണ്ട്. വാ, റൈസ് മാത്രം അത് നോക്കി, റൈസിനും ഫ്ലേവർ ഉണ്ട്. ഇതൊക്കെ ഇതിങ്ങനെ എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് തിരികെ മറ്റേ അതാ അവർക്ക് ഇതാ ഇതൊന്നും വേണ്ട. ഇതില്ലേ ഈ ചിക്കനും ഈ സാധനം കൂട്ടി കുബാബ. ഓക്കെ, അതെ അതെ, ഇവരാണ് മറ്റേ ആൾക്കാർ. ഏത് അല്ലേ, ഇതിന്റെ ആധികാരികമായിട്ട് പറയുന്ന ആൾക്കാർ. എന്താണ് സംഭവം? അടിപൊളി. ഇത് മസാല ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഓക്കെ ഓക്കെ, ഗുഡ്. അനക്കോ? ഇതിലിപ്പോ കോമൺലി വന്നത് ഇതിനാട്ടോ വന്നിട്ടില്ല, കുബാബക്ക് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് ബാക്കിയുണ്ട്, അൽറീം ബാക്കിയുണ്ട്. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്ത് തന്നെയാണ് അൽറീമോ. അപ്പൊ നമുക്ക് അതുകൂടി ഒന്നും നോക്കേണ്ട ആവശ്യമുണ്ട്, നല്ല റേറ്റിംഗും ഉണ്ട്. ഇത് ഇങ്ങനെ ആണ് ഒന്ന് കഴിച്ചേ. ഈ പിക്കിള് കുറച്ച് സ്വീറ്റ് ആകുമ്പോൾ എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ വേറൊരു ടേസ്റ്റ്. ശരിക്കും നല്ല രസമുണ്ട് ആണല്ലേ? കുറച്ച് സോറി ബേബി, അല്ല അവസാനം നിനക്ക് കുറെ തരാൻ വിചാരിച്ചില്ല. കൊച്ചിയിലെ ഏറ്റവും ലെജൻഡറി ആയിട്ടും പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങളെ അതില് സജഷൻ വന്നത് പേര് അൽറീമാണ്. അൽറീമ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പോളല്ല, ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നതൊക്കെ അൽറീമ കൂടുതൽ വന്ന്, പിന്നെ കുബാബിയും അൽഷബിയും ഇതൊക്കെ വന്നത്. അറേബ്യൻ പാലസ്, അറേബ്യൻ പാലസ് ആണ് പിന്നെ വന്നത്, എന്നിട്ടാണ് അൽഷബക്ക് വന്നിട്ടുള്ളത്. അൽറീമിന നിങ്ങൾ അവിടേക്ക് തോന്നുന്നു അല്ലെ? തൃശ്ശൂരും ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട്. ഓക്കെ, എന്താ സാബുവിനെ നോക്കി വെച്ചോട്ടെ. അൽറീമിന്റെ മുതലാളി ഇനി വരുമ്പോ കാണുമ്പോ ഇത്രയും റിവ്യൂ ഒന്ന് തന്നിട്ടുണ്ട്. ഇത്രയും നിങ്ങളെ എവിടെയൊക്കെ ഉണ്ടോ ആ സ്ഥലമൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കൊടുക്കലുണ്ട്. അതെ, നിങ്ങളെ പാക്കേജ്, അതായത് ഇവന് ബസ് ഉണ്ടായിരുന്നപ്പോ പാക്കേജ് കൊണ്ടുപോകുമ്പോ അൽറീമിന്ന് ഫുഡ് കൊടുക്കലുണ്ട്, എന്നിട്ട് അതിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതെ, അപ്പൊ ഇനി നമുക്ക് എന്താണ് അൽറീം, അപ്പൊ അത് പൊട്ടിക്കാം. അതിന് മുന്നേ നമുക്കൊന്ന് ക്ലിയർ ആക്കട്ടെ. ക്യാമറ ഓഫ് ആക്കുമ്പോ ഞാൻ തന്നെ ഇതൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയി വെക്കൂട്ടോ. അപ്പൊ ഇതാ അൽറീം കേട്ടോ. എന്തായാലും ഓൻ തന്നെ ഉദ്ഘാടനം ചെയ്തോട്ടെ. കളർ എനിക്ക് അറക്കണം. ആർക്ക്? ഇവനക്ക് ഇവന്റെ പൈസ തന്നെ. സാബു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ എൻ്റെ യഥാർത്ഥ തോഴനായിരുന്നു കേട്ടോ. കാരണം എപ്പോഴും കൂടെ നമ്മൾ ഒന്നിച്ചായിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ പോകുമ്പോൾ പിന്നെ വലിയ ആൾക്കാരൊക്കെ ആയല്ലോ. ഇപ്പൊ കണ്ടില്ല അവനവിടെ ഫ്രണ്ട് വേറെ ഉണ്ടല്ലോ. അതാ, അപ്പൊ ഇതാണ് അവിടുത്തെ ചിക്കന്. ബെറ്റർ. അതെ, അൽറീമിന്റെ മുതലാളിനോട് ഈ പാക്കേജിങ് ഒന്ന് ബെറ്റർ ആക്കിയാൽ നന്നായിരുന്നു. കാരണം ഇത് നമുക്ക് അല്ലല്ല, അത് നല്ല സജഷൻ അല്ലേ. ഇപ്പൊ ഏതൊരാൾ ബിസിനസ്, ഇപ്പൊ ഞാൻ ബിസിനസ് ചെയ്തിരുന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും പുറത്തുനിന്നുള്ള ആൾക്കാരെ സജഷൻസ് എടുക്കും. ഇപ്പൊ നിങ്ങളെ മന്തിക്ക് നല്ലതാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ, എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് പാക്കേജിങ് അടിപൊളിയാക്കി ഒന്നുകൂടി അടിപൊളിയായിരുന്നു. കാരണം നിങ്ങൾ അതിനനുസരിച്ച് ചാർജ് ഇടുന്നുണ്ട്, നല്ല ചാർജ് ഇടുന്നുണ്ട്. അപ്പോൾ പാക്കേജിങ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി. പക്ഷെ ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ ഈ സാധനമൊക്കെ. ഇത് മറ്റേലാക്കുമ്പോൾ അത്ര തന്നെ ഓക്കെ, സെയിം തന്നെ. എന്നാ പാക്കേജിങ് ഒന്ന് റെഡിയാക്കിയാൽ നന്നാവും. കാരണം ഇതൊക്കെ പൊട്ടിച്ചെടുക്കലൊക്കെ വലിയ ഇതല്ലേ. കണ്ടെയ്നറാ.
അൽഷബ മാത്രമേ ഈ കവർ ഉണ്ടായിട്ടുള്ളൂ ഫസ്റ്റ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അവരെ ഭയങ്കര റേറ്റ് കുറവാ റേറ്റ് നോക്കുമ്പോൾ ബഡ്ജറ്റ് നോക്കുമ്പോൾ കഴിക്കാനുള്ളത്. അതെ, ചിക്കൻ ക്ലോസ് കുറച്ച് ഹാർഡ് ഉണ്ട് കേട്ടോ ചിക്കൻ. ഓക്കെ, റൈസിന്റെ പാർട്ട് ഓക്കെ, പക്ഷെ ചിക്കന്റെ പാർട്ടില് ഓവർ കുക്ക്ഡ് അയക്കണോ എന്നുള്ളത്. പിന്നെ ഇവരെല്ലാരും പറഞ്ഞിട്ടോ അവിടുത്തെ ചിക്കൻ മന്തിയാണ് ബെസ്റ്റ്. അതെ, നമ്മള് അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ചിക്കൻ മന്തിന്റെ ചിക്കൻ ഇങ്ങനെ ഭയങ്കര ജ്യൂസിയാണ്, ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ താഴേക്ക് ഇങ്ങനെ വിൽക്കും അല്ലേ? ഓക്കെ, അപ്പോൾ റൈസും മറ്റേതൊക്കെ കൂട്ടി തിന്നുമ്പോൾ ബെസ്റ്റ്. പക്ഷെ ചിക്കൻ കുറച്ച് ഹാർഡായിരുന്നു. അൽഫാം എന്നാലും ഇത് കുറച്ച് ഹാർഡല്ല അല്ലേ? കുറച്ച് ഹാർഡ് കൂടുതലാണ്. അത് പറ്റിയതായിരിക്കും വട്ടവർ. പക്ഷെ അവിടുത്തെ ചിക്കൻ മന്തി ബെസ്റ്റാന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളിപ്പം നമ്മുടെ ഓഡിയൻസ് എല്ലാവരും പറഞ്ഞിട്ടുള്ള അതിനനുസരിച്ചുള്ള അതാണ് നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചല്ലേ. വീട്ടടുത്ത് പോവാ ക്ലോസിൽ പോയി. അപ്പോൾ സോർട്ട് ചെയ്ത് വെച്ചത് ഇവിടെ തന്നെ ഇവിടെ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മന്തി കണ്ടോ, ഓരോ മന്തി തുടക്കം മുതലേ. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, ഫസ്റ്റ് എന്തേത് അൽഷബ അല്ല, ഇത് അൽഷബ, ഇത് നമ്മുടെ സൂഫി മന്തി, പിന്നെ ഇത് അറേബ്യൻ പാലസ്, ഇത് കുബാബ, ഇതിപ്പോ ലാസ്റ്റ്. അപ്പൊ ആദ്യം ഈ കൂട്ടിയത് ഇവിടെയാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇത് എല്ലാരും പറഞ്ഞത് നല്ല ബെസ്റ്റ് മന്തികളാണ് എല്ലാരും സജസ്റ്റ് ചെയ്തത്. ആ ബെസ്റ്റ് മന്തിയിൽ ഞങ്ങൾക്ക് ഇന്ന് ഒരു ബെസ്റ്റായി തോന്നിയ ഒരു സാധനമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോഴും കുബാബേന്ന് ഉള്ളത് എനിക്ക് നല്ല ടേസ്റ്റ് ഞങ്ങൾക്ക് അവിടെ തോന്നി. ഞങ്ങൾ ഫില്ല് ചെയ്തില്ലേ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഴിച്ചപ്പോഴും എല്ലാവർക്കും ഓക്കെ, അതായത് ഫൈനായിട്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് കുബാബയാണ് അല്ലേ? അപ്പൊ പറയാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെയാണ് ഉള്ളത്. നിങ്ങളെ അഭിപ്രായം പറയും, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് നോക്കട്ടെ, ഓരോരുത്തരും നമുക്ക് ചോദിക്കാം. അതെ അതെ അതെ, നിന്റെ അഭിപ്രായം എന്താ? അതെ, നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങളും പറയട്ടോ, ഈ സാധനം കഴിച്ചാൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം. യെസ്, ഇതിൽ കഴിച്ചിട്ടുള്ളത് ഏറ്റവും നല്ലത് കുബാബയാണ്. പിന്നെ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ ആകെ 2 ഇതിൽ നമുക്ക് പിക്കിൾസ് കിട്ടിയിട്ടുള്ളൂ. കുബാബയിലെ പിക്കിൾസ് നൈസ് ആയിരുന്നു. കുബാബയിലെ പിക്കിളും ലാസ്റ്റ് ഇപ്പൊ അൽറീബിലെ പിക്കിളും അല്ല, കുബാബയും അറേബ്യൻ പാലസും ആണ്. അറേബ്യൻ പാലസും കുബാബയും അതില് കുബാബയുടെ പിക്കിള് കുറച്ചുകൂടെ നൈസ് ആയിരുന്നു. പിന്നെ അതിന്റെ ചിക്കൻ ആണെങ്കിലും കുറച്ചുകൂടി ഫ്ലേവർഫുൾ ആയിരുന്നു. അവിടെ അതെ, അത് കറക്റ്റ് ആണ് പറഞ്ഞത്. പിന്നെ അതേപോലെ പിക്കിള് അടിപൊളിയായി അതെനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ നല്ല കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു, മയോണൈസ് ഒക്കെ നല്ല തിക്കായിട്ട് നല്ല കൂട്ടുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഫീൽ ചെയ്ത്. ഇനി വേണ്ടി കൊടുക്കാം റിവ്യൂ ഫ്രം ദുബായ്. അല്ല, നമ്മ ആരെയും കുറ്റം പറയും അല്ലെ, നമ്മ ആരെയും എല്ലാം ഓക്കെ. ഒരു ഒന്നിനും ഓരോരോ അഡ്വാൻറ്റേജ് ഉണ്ട് ഓരോന്നിനും. അൽഷബയാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്, അവിടെ ഭയങ്കര റേറ്റ് കുറവാണ്. റേറ്റ് കുറയും, അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഫ്ലേവർ വ്യത്യാസമില്ല, എന്നാലും അടിപൊളി തന്നെയായിരുന്നു. അതെ അതെ, ഈ കൂട്ടത്തിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ തട്ടിലുള്ള മാറ്റതാണ്. ഒരേ തട്ടിന്റെ ചെറിയ വ്യത്യാസമുള്ളൂ കേട്ടോ, ചെറിയ വരും. എന്തായാലും റൈസിന് ഫ്ലേവർ അതിന്റെ കണ്ടന്റ് അനുസരിച്ച് റൈസിന്റെ ഫ്ലേവർ വ്യത്യാസങ്ങൾ വരുന്നത് എല്ലാത്തിന്റെ വരുന്നത്. പിന്നെ നമ്മ എല്ലാരും പറഞ്ഞ പോലെ തന്നെ ഓക്കെ ഫീൽ കിട്ടിയത് നമുക്ക് കുബാബ. അതെ അതെ അതെ, ഈ 4 ആൾക്കാരും 4 ഡിഫറെന്റ് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. എനിക്ക് ആദ്യത്തത് ഇഷ്ടമായി തോന്നി, രണ്ടാമത്തതും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് കുബാബി ഇഷ്ടമായി. ഈ 3 സാധനങ്ങൾ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവർക്കാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മുതലാണ് അറേബ്യൻ പാലസും അടിപൊളി തന്നെയായിരുന്നു. അപ്പൊ കൊച്ചിയില് നമ്മളിപ്പോ ഇതിൽ ബെസ്റ്റ് കൊടുക്കണം. ഇപ്പൊ ഇന്ന് കഴിച്ചതിൽ ബെസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് കുബാബക്കാണ്. കാരണം എല്ലാവരും ഒരേ സ്വരത്തിൽ ഫസ്റ്റ് ടേക്ക് എല്ലാവരും തിന്നിട്ട് വാവെന്ന് പറഞ്ഞത്. സോ കുബാബി നല്ലതാണ്, എല്ലാം നല്ലതാണ്. അൽഷബി നല്ലതാണ്. റേറ്റിന്റെ കാര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ അൽഷബി നല്ലതാണ്. ടേസ്റ്റ് എനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് കുബാബനെക്കാട്ടി ഒരു ചെറിയൊരു താഴത്ത് ഞാൻ അൽഷബ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ബാക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ കഴിച്ചിട്ട് എന്തൊക്കെയാണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റിൽ ഇതാക്കി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണേ. വീഡിയോ റീച്ച് കുറവാ, അതുകൊണ്ടാണ്.
അപ്പോൾ എന്തായാലും മെയിൻ വീഡിയോ റീച്ച് കുറവാണല്ലോ, അതാണ് ഇത്. നിങ്ങളെ വ്യൂ കാണുമ്പോഴും നിങ്ങൾ ആ ഒരു ഇൻട്രസ്റ്റ് കാണുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക പിന്നെയും ചെയ്യാൻ തോന്നുക. ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അപ്പോൾ ബൈ.